ഹലോ, ഹലോ, ഇത് അങ്കമാലി KCB ആണോ? അതെ. അത് MC റോഡിലെ സ്ട്രീറ്റ് ലൈറ്റുകൾ തെളിയണല്ലോ. MC റോഡില് ഈ അങ്കമാലി കാലടി റൂട്ടിലെ ഏകദേശം രുക്മിണി ഹോട്ടൽ കഴിഞ്ഞിട്ട് അങ്ങടേക്കുള്ള സ്ട്രീറ്റ് ലൈറ്റുകളൊന്നും തെളിയണല്ലോ. ഞാൻ ഫുഡ് ഡെലിവറി ആണേ, സ്വിഗ്ഗി ഓർഡർ. അപ്പൊ നമുക്ക് നൈറ്റ് ഓടുമ്പോ നമുക്ക് വെട്ടം വേണ്ടേ? താഴെയാണ് ഈ റോഡിൽ കുഴികളൊക്കെയാണ്. അതെന്താ നിങ്ങൾ നോക്കാത്തെ? ആ ഏരിയ അങ്കമാലിന്ന് കാലടി റൂട്ട് തിരിയുമ്പോ തന്നെ രുക്മിണി ഹോട്ടൽ കഴിഞ്ഞ് ആനന്ദഭവൻ രുക്മിണി ഹോട്ടൽ കഴിഞ്ഞിട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ നോക്കിയാൽ മതി. അവിടെ തെളിഞ്ഞിട്ടില്ല. ഈ കടകളൊന്നും ഓപ്പൺ അല്ലെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ലൈറ്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളാണെങ്കിൽ നൈറ്റ് ഓടുന്ന ആളാണേ. ഇപ്പൊ റോഡിലാണെങ്കിൽ അവരും നോക്കണല്ല. ഈ മഴ തുറന്നിരിക്കണ സമയത്ത് അവരും ഈ ഗട്ടറൊക്കെ മൂടേണ്ടതല്ലേ, അവരത് ശ്രദ്ധിക്കണല്ല. ഇവിടെ റോഡാണെങ്കിൽ ശ്രദ്ധിക്കാനും പറ്റണില്ല. ഇത് എത്രയും പെട്ടെന്ന് ഇതിന്റെ ലൈറ്റൊക്കെ ശരിയാക്കി തരാം. നമ്മളല്ല, കോൺട്രാക്ടർ, പഞ്ചായത്തിന്റെ മുനിസിപ്പാലിറ്റിക്കാരാണ് അത് ചെയ്യണത്. അപ്പൊ മുനിസിപ്പാലിറ്റിയിൽ നാളെ ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ പരിഹാരം കാണിക്കാൻ പറ്റും, കാണാൻ പറ്റും. മുനിസിപ്പാലിറ്റിയിൽ നാളെ ചെന്ന് കഴിഞ്ഞാലേ ഇതിന് അവര് പരിഹരിച്ചോളൂ. അവിടെ പറഞ്ഞാൽ മതി, അവരോട് പറഞ്ഞാൽ മതി. അവിടുത്തെ മെമ്പർ ആരെന്ന് നോക്കിയിട്ട് അവരെ വിളിച്ച് പറഞ്ഞാൽ മതി. ആണല്ലേ? അപ്പൊ റോഡിന്റെ അങ്ങനെ തന്നെയാണല്ലേ, മുനിസിപ്പാലിറ്റിയിലാണ് ചോദിക്കല്ലേ? ഈ റോഡിന്റെ കാര്യങ്ങൾ മുനിസിപ്പാലിറ്റി തന്നെയാണ് നോക്കണേ. കാര്യം മുനിസിപ്പാലിറ്റി അല്ലെന്ന് തോന്നുന്നു. അതാ മെമ്പറോട് എല്ലാ കാര്യവും ഒരുമിച്ച് പറഞ്ഞാൽ മതി. ആണല്ലേ? ഇതിപ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ ഫുഡും ഈ ജ്യൂസൊക്കെ കൊണ്ടുപോകുന്ന സമയത്തെ ഗട്ടറിലൊക്കെ വീഴുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ കസ്റ്റമറുടെ അടുത്തേക്ക് ചെന്ന് കഴിയുമ്പോ ഈ സാധനമൊക്കെ ഓപ്പൺ ആയിട്ടാ ചിലതൊക്കെ ചെല്ലണത്. എല്ലാം എപ്പോഴല്ല, ഇടയ്ക്കൊക്കെ ഈ ഗട്ടറിലൊക്കെ വീണ് കഴിയുമ്പേ കാണാൻ പറ്റണല്ലോ. അപ്പൊ KCBയില് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാം റെഡിയാവുന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക, KCB ആണല്ലോ ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടതെന്നുള്ള വിചാരത്തിലാണ് ഞാൻ വിളിച്ചത്. മുനിസിപ്പാലിറ്റിയാണ് അത് നോക്കുന്നത്. ഓക്കെ ശരി കേട്ടോ. താങ്ക്സ്.